നമസ്കാരം. റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന തൻ്റെ ഐഡോളിന് മുന്നിൽ വെച്ച് ഗോളടിച്ചു, സെലിബ്രേഷൻ കാണിച്ചിരിക്കുന്നു ഡെൻമാർക്കിൻ്റെ യുവതാരം റാസ്മസ് ഹോയ്ലൻഡ്. ആ ഒറ്റ ഗോളിന് യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഡെൻമാർക്ക്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് അവർ കളിച്ച ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കളിയാണിത് എന്ന് പറയേണ്ടി വരും. അത്രയും മോശം പ്രകടനമാണ് അവരുടെ താരങ്ങളിൽ നിന്ന് വന്നത്. മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, അതേതോടൊപ്പം റാഫേൽ ലിയാവോ, ബ്രൂണോ ഫെർണാണ്ടസ്, പെഡ്രോ നെറ്റോ എന്നിവരൊക്കെ ആദ്യ 11-ൽ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് മിക്കാബിഴത്തിൻ്റെ മുന്നേറ്റങ്ങളുടെ ചുക്കാനേൽപ്പിച്ച് മധ്യനിരയിൽ ക്രിസ്റ്റ്യൻ എറിക്സൺ, ഐസക്സൺ എന്നിവരൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഡെൻമാർക്ക് കളിക്കാനിറങ്ങിയത്. റാസ്മസ് ഹോയ്ലൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ബെഞ്ചിലിരിക്കുകയായിരുന്നു ആദ്യ പകുതിയിൽ. തീർച്ചയായിട്ടും പോർച്ചുഗൽ ഇതൊരു വമ്പൻ മാർജിനിൽ തോൽക്കേണ്ട കളിയായിരുന്നു. പക്ഷെ ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയുടെ സേവുകൾ എടുത്തു പറയണം. എണ്ണം പറഞ്ഞ കിടിലൻ സേവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ടാണ് വലിയ ഒരു തോൽവിയിലേക്ക് പോവാതെ അവർ രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. 7 സേവുകളാണ് അദ്ദേഹം ഈ മത്സരത്തിൽ നടത്തിയത്. അതിൽ ഒരു പെനാൽറ്റി സേവ് ഉണ്ട്. കളിയുടെ 24-ാമത്തെ മിനിറ്റിൽ ഡെൻമാർക്കിന് അനുകൂലമായ പെനാൽറ്റി, ക്രിസ്റ്റ്യൻ എറിക്സൺ എടുത്ത പെനാൽറ്റി കോസ്റ്റ സേവ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റയാണ് ഈ കളിയിലെ പോർച്ചുഗലിൻ്റെ ഹീറോ എന്ന് പറയേണ്ടി വരും. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഗോൾ രഹിതമായിട്ട് നിന്നു. രണ്ടാം പകുതിയിൽ റാസ്മസ് ഹോയ്ലൻഡ് കളിയുടെ 69-ാമത്തെ മിനിറ്റിലെ വീഴത്തിന് പകരം കളിക്കളത്തിലേക്ക് വരുന്നു. അദ്ദേഹമാണ് 78-ാമത്തെ മിനിറ്റിൽ തൻ്റെ ടീമിൻ്റെ വിജയ ഗോൾ നേടുന്നത്. ഓൾസന്റെ അസിസ്റ്റിൽ നിന്ന് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചതോടുകൂടി ഡെൻമാർക്ക് അർഹിച്ച ലീഡ് എടുക്കുകയായിരുന്നു. എത്ര വട്ടമാണ് സ്വന്തം ഹാഫിൽ വെച്ച് പോർച്ചുഗൽ പൊസിഷൻ നഷ്ടപ്പെടുത്തിയിരുന്നത്. അങ്ങനെ നിരവധി അവസരങ്ങൾ ഡെൻമാർക്കിന് ലഭിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 78-ാമത്തെ മിനിറ്റിൽ അവർ ഫലം കണ്ടു എന്ന് പറയേണ്ടി വരും. ആ ഒറ്റ ഗോളിന് അവരുടെ ടീം വിജയിച്ച് കയറുകയായിരുന്നു. ഗോളടിച്ച് റാസ്മസ് ഹോയ്ലൻഡ് സെലിബ്രേഷൻ കാണിച്ചത് പക്ഷേ ക്രിസ്ത്യാനോയെ കളിയാക്കിയതല്ല എന്ന് അദ്ദേഹം കളിക്ക് ശേഷം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ക്രിസ്ത്യാനോ എൻ്റെ റോൾ മോഡലാണ്, ഞാൻ അദ്ദേഹത്തെ കളിയാക്കുകയായിരുന്നില്ല. എൻ്റെ ഫുട്ബോൾ കരിയറിൽ, എൻ്റെ ലൈഫിൽ ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിനെതിരെ, പോർച്ചുഗൽ ടീമിനെതിരെ ഗോളടിക്കുക എന്നുള്ളത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ചെയ്തൊരു സെലിബ്രേഷനാണ് എന്ന് റാസ്മസ് ഹോയ്ലൻഡ് കളിക്ക് ശേഷം പറയുകയുണ്ടായി. എന്തായാലും 1-0 പരാജയം എന്ന് പറയുമ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ രക്ഷപ്പെട്ടു പോയതാണ്. ഇതൊരു വലിയ മാർജിനിലായിരുന്നെങ്കിൽ രണ്ടാം പാദത്തിൽ തിരികെ വരിക എന്നുള്ളത് സാധ്യമാവുമായിരുന്നില്ല. ഇപ്പോൾ ഒരു ഗോളിൻ്റെ കടമയുള്ളൂ. അത് സ്വന്തം നാട്ടിൽ വെച്ച് രണ്ടാം പാദത്തിൽ തിരിച്ചു കൊടുക്കാമെന്ന പ്രതീക്ഷയിലാണ് പോർച്ചുഗീസ് ആരാധകരുള്ളത്. രണ്ടാം പാദ മത്സരം മാർച്ച് 24-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:15-നാണ് നടക്കുക. പോർച്ചുഗലിലെ ലിസ്ബണിലാണ് ആ കളി നടക്കുന്നത്. ആരാധകരുടെ പിന്തുണയോടുകൂടി പോർച്ചുഗൽ തിരികെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാപ്ടോക്സ് വീണ്ടും എത്താം.